ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം. പ്രപഞ്ചജാലക വാതിൽ തുറക്കുമ്പോൾ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും പ്രപഞ്ചത്തിലെ വിസ്മയകരമായ അത്ഭുതങ്ങളെക്കുറിച്ചും ശാസ്ത്ര അധ്യാപകനും ശാസ്ത്രലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. നമസ്കാരം. സ്ഥലകാലങ്ങളുടെ ഉത്ഭവത്തിലേക്കുള്ള കാലത്തിലൂടെയുള്ള ഒരു അത്ഭുത യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ അത്ഭുത യാത്രയിൽ നമുക്ക് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും മറ്റു പ്രതിഭാസങ്ങളെക്കുറിച്ചും, ഡാർക്ക് എനർജി, പ്രപഞ്ചത്തിന്റെ ഭാവി, തമോഗർത്തങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ അറിയാൻ അങ്ങനെ പ്രപഞ്ചജാലക വാതിലുകൾ തുറന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഉള്ള ഈ പ്രപഞ്ചം സയൻസ് ഫിക്ഷൻ കഥകളിലെ ശാസ്ത്രഭാവനകൾക്കും അപ്പുറമുള്ളതാണെന്ന് നമുക്ക് പറയാം. നമ്മൾ ശ്വസിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും തൊടുന്നതുമെല്ലാം വിദൂരമായ ഏതോ നക്ഷത്രക്കാമ്പിൽ പ്രപഞ്ച പാചകപ്പുരയിൽ ചുട്ടെടുക്കപ്പെട്ടതാണെന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ രാത്രി മിന്നിത്തിളങ്ങുന്ന ആകാശത്തെ നോക്കി നമ്മളെത്ര നിസ്സാരന്മാരാണ്, ചെറുതാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഈ പ്രപഞ്ചം എത്ര വലുതാണ് എന്നും നമ്മൾ അത്ഭുതം കൂറുമ്പോൾ നമുക്കറിയാം, നമ്മൾ നക്ഷത്ര സ്ഫോടനങ്ങളിലൂടെ ചിതറി പുറത്തെ വാതക ധൂളി മേഘങ്ങളിലേക്ക് തെറിച്ചു വീണ് പിന്നീട് ഇവ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊക്കെയായി പരിണമിച്ചാണ് ഈ പ്രപഞ്ച സൃഷ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. ഇങ്ങനെയുണ്ടായ ഒരു സാധാരണ ശരാശരി നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ ചുറ്റുന്ന ഭൂമിയും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം ഇങ്ങനെയാണ് ഉണ്ടായത്. കാവ്യാത്മകമായി പറഞ്ഞാൽ കാൾ സാഗൻ, പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന കാൾ സാഗൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം വെറും നക്ഷത്ര ധൂളികൾ അഥവാ സ്റ്റാർ ഡസ്റ്റ് ആണെന്ന് പറയാം. അതായത് നമ്മളെല്ലാം താര സന്തതികളാണ്. 13.72 ബില്യൺ വർഷങ്ങൾ, അതായത് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി വർഷമാണ്. 1372 കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ 450 കോടി വർഷം മുമ്പുണ്ടായ നമ്മുടെ ഭൂമിയിൽ ഏതാനും ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ജനിച്ചു വീണതാണ് നമ്മൾ എന്നറിയുമ്പോൾ തീർച്ചയായും നമ്മൾ ഒന്നുകൂടി വിനയാന്വിതരാകാതിരിക്കാൻ സാധ്യയില്ല. ഉദ്വേഗജനകമായ ഒരു ഡിറ്റക്റ്റീവ് കഥ പോലെയാണ് ഈ പ്രപഞ്ച രഹസ്യങ്ങളുടെ നിഗൂഢതകളുടെ കഥ. പക്ഷേ ഈ കഥയുടെ മധ്യത്തിൽ വെച്ചാണ് ഞാൻ ഈ കഥ ആരംഭിക്കുന്നത്. അത്ര പണ്ടൊന്നുമല്ല എന്ന് പറയാം. 1929 ഒരു തണുത്തുറഞ്ഞ ഇരുണ്ട രാത്രി വാനനിരീക്ഷകനായ എഡ്വിൻ ഹബിൾ കാലിഫോർണിയയിലെ മൗണ്ട് വിൽസൺ വാനനിരീക്ഷണ കേന്ദ്രത്തിലെ തന്റെ 100 ഇഞ്ച് ഹുക്കർ ടെലസ്കോപ്പിലൂടെ, അതായത് അന്ന് ഏറ്റവും വലിയ ടെലസ്കോപ്പായിരുന്നു അത്, ആ ടെലസ്കോപ്പിലൂടെ ആകാശത്ത് ദൂരെ നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്നും വരുന്ന, അതായത് ഗാലക്സികളിൽ നിന്നും വരുന്ന പ്രകാശം നിരീക്ഷിച്ച് അവയുടെ ചലനത്തെപ്പറ്റി പഠിക്കുകയായിരുന്നു. നിരവധി രാത്രികളിൽ നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ ഒരു വിപ്ലവകരമായ കണ്ടെത്തൽ അദ്ദേഹം നടത്തി. അതിനു മുമ്പ് തന്നെ അദ്ദേഹം കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. പ്രപഞ്ച വിജ്ഞാനീയത്തിന്റെ, അതായത് കോസ്മോളജിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന സുപ്രധാനമായ ഒരു കണ്ടെത്തലാണ് താൻ നടത്തുന്നതെന്ന് അദ്ദേഹം പോലും അന്ന് വിചാരിച്ചില്ല. ആകാശത്ത് നെബുല പോലെ തോന്നിപ്പിക്കുന്ന, അതായത് വാതക ധൂളി മേഘങ്ങളാണ് നെബുല. നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ നെബുലയിൽ നിന്നാണ്. ആകാശത്ത് നെബുല പോലെ തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ ആകാശത്തിലെ മറ്റ് ഗാലക്സികളാണ് എന്ന് ഹബിളിന് മനസ്സിലായി. ഗാലക്സി എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം കൊണ്ട് പരസ്പര ബന്ധിതമായ നക്ഷത്രക്കൂട്ടത്തെയാണ് ഗാലക്സി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗാലക്സികളാണ് ആകാശത്തെ നെബുല പോലെ തോന്നിച്ചത് എന്ന് ഹബിളിന് അന്ന് മനസ്സിലായി. അന്ന് വരെ പ്രപഞ്ചത്തിൽ ഒരു ഗാലക്സി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എല്ലാവരും കരുതിയത്, അതായത് നമ്മുടെ ഗാലക്സി മിൽക്കി വേ. ഈ മിൽക്കി വേക്ക് അപ്പുറവും ഒരു ലോകമുണ്ടെന്നും നിരവധി ഗാലക്സികൾ അപ്പുറമുണ്ടെന്നും നമ്മൾ തെളിയിച്ചു. ഹബിളാണ് അത് ആദ്യമായി കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിന്റെ അതിരുകൾ തന്നെ 100 ഇരട്ടി ദൂരേക്ക് നീങ്ങുകയായിരുന്നു എന്ന് പറയാം. ഇന്ന് നമുക്കറിയാം, പ്രപഞ്ചത്തിൽ അങ്ങുമിങ്ങും ചെതറിക്കിടക്കുന്ന 2 ട്രില്യൺ ഗാലക്സികൾ, അതായത് 2ന് ശേഷം 12 പൂജ്യങ്ങൾ ചേർത്ത ഒരു സംഖ്യയാണ് ട്രില്യൺ. 2 ട്രില്യൺ ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന്
നമുക്ക് അറിയാം. ഹബിൾ കണ്ടെത്തിയ മറ്റൊരു സുപ്രധാനമായ ഒരു കണ്ടെത്തൽ, ഏറ്റവും വിപ്ലവകരമായ കണ്ടെത്തൽ ഇതാണ്: എല്ലാ ഗാലക്സികളും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും അകന്നകന്നു പോകുന്നു എന്നതായിരുന്നു അത്. നിങ്ങൾ മറ്റൊരു ഗാലക്സിയിലാണെന്ന് വിചാരിക്കൂ, അപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഗാലക്സികൾ നിങ്ങളിൽ നിന്നും അകന്നകന്നു പോകുന്നതായി കാണാം. ഒരു ബലൂണിൽ കുറെ കുത്തുകളിട്ട് ഊതി വീർപ്പിക്കുക. ഓരോ കുത്തും ഓരോ ഗാലക്സിയാണെന്ന് വിചാരിക്കൂ. ബലൂൺ വീർത്ത് വരുമ്പോൾ എല്ലാ കുത്തുകളും പരസ്പരം അകന്നകന്നു പോകുന്നതായി കാണാം. എല്ലാ ഗാലക്സികളും പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചം എല്ലാ ദിശയിലേക്കും വികസിക്കുന്നു എന്ന് പറയുന്നത് സമാനമാണെന്ന് നമുക്കറിയാം. അതായത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ മറ്റേതോ കോണിലാണെന്ന് വിചാരിക്കൂ, അപ്പോഴും പ്രപഞ്ചം നിങ്ങൾക്ക് ചുറ്റും വികസിച്ചുകൊണ്ടിരിക്കും എന്ന് കാണാം. ഇത് വളരെ വിപ്ലവകരമായ ഒരു ആശയമായിരുന്നു അന്ന് വരെ എല്ലാ ശാസ്ത്രജ്ഞരും കരുതിയത് പ്രപഞ്ചം മാറ്റമില്ലാതെ സ്റ്റാറ്റിക്കായി നിൽക്കുന്നു എന്നായിരുന്നു. ഐൻസ്റ്റീൻ പോലും അങ്ങനെയാണ് കരുതിയത്. ഐൻസ്റ്റീന്റെ ഫീൽഡ് ഇക്വേഷൻസ് എന്നൊക്കെ പറയുന്ന സമവാക്യങ്ങൾ പ്രകാരം അന്ന് പ്രപഞ്ചം ഒന്നുകിൽ ചുരുങ്ങണമായിരുന്നു അല്ലെങ്കിൽ വികസിക്കണമായിരുന്നു. മാറ്റമില്ലാതെ, ചലനമില്ലാതെ സ്റ്റാറ്റിക്കായി നിൽക്കുക എന്ന അവസ്ഥ അന്ന് പൊതുവെ ആ ഒരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ ബലം കൊടുക്കാൻ വേണ്ടി ഐൻസ്റ്റീൻ അതിനൊരു കറക്ഷൻ ടേം കൂടി അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ ഐൻസ്റ്റീൻ തന്നെ അത് തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയ ബ്ലണ്ടർ ആയിരുന്നു എന്ന് പരിതപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണ്ടുപിടുത്തം വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. പ്രപഞ്ച വിജ്ഞാനീയത്തിന്റെ അടിത്തറ തന്നെ അത് ഇളക്കി മറിച്ചു. പ്രപഞ്ചത്തിന് യാതൊരു മാറ്റവുമില്ല. ഇന്നലെ ഇതുപോലെയായിരുന്നു, നാളെയും അതങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന വിശ്വാസം. അതിൽ നിന്നൊക്കെ മാറി ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുന്ന അനിക്ഷണ വികസ്വര പ്രപഞ്ചമെന്ന ആശയം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഴയ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചു. പ്രപഞ്ചം അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് റീവൈൻഡ് ചെയ്താൽ ഒരു 100 കൊല്ലം മുമ്പ് ഈ ഗാലക്സികളൊക്കെ കുറെ കൂടി അടുത്തായിരിക്കുമെന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ ഒരു 1000 വർഷം മുമ്പോ അത് കുറെ കൂടി അടുത്തായിരിക്കും. എങ്കിൽ കോടിക്കണക്കിന് വർഷം മുമ്പ് എന്നോ അവയെല്ലാം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വസ്തുക്കളും, ഭൂമിയും സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും എല്ലാ ഊർജവും അനന്ത സാന്ദ്രതയിൽ അത്യുന്നതമായ താപനിലയിൽ ഒരു ചെറിയ ഇടത്ത് കേന്ദ്രീകരിച്ച ഒരു അവസ്ഥ. ഇതിനെ നമ്മൾ ബിന്ദു പ്രപഞ്ചം എന്നൊക്കെയാണ് പറയുക, പോയിന്റ് യൂണിവേഴ്സ്. ഈ ബിന്ദു പ്രപഞ്ചത്തിൽ സ്ഥലവും കാലവുമെല്ലാം ഒന്നായ ഒരു അവസ്ഥയിലായിരിക്കണം. ഇതിനെ നമ്മൾ പറയുന്ന പേര് സിംഗുലാരിറ്റി എന്നാണ്. അവിടെ സ്പേസ് ആൻഡ് ടൈം, സ്ഥലവും കാലവും ഒക്കെ ഇഴുകിച്ചേർന്ന നിലയിലാണ്. വളരെ സെൻസിറ്റീവായ ഇന്നത്തെ ആധുനിക ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നടത്തിയ ചില നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഒരു സിംഗുലാരിറ്റി എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന്. 1372 കോടി വർഷം മുമ്പാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. ബിന്ദുവിൽ ഒതുങ്ങിയ അന്നത്തെ ഈ സിംഗുലാരിറ്റി എന്ന അവസ്ഥയിൽ പ്രപഞ്ചത്തിന് ഒരു വൻ സ്ഫോടനം, ബിഗ് ബാങ് എന്നാണ് ഇതിനെ പറ്റി പറയുന്നത്. സ്ഥലം, കാലം എന്നിങ്ങനെ 2 ഇരട്ടകൾ ജനിക്കുകയും ചെയ്തു എന്നതാണ് വാസ്തവം. 1372 കോടി വർഷത്തെ പരിണാമത്തിനൊടുവിൽ ഇന്ന് കാണുന്ന പോലെ നക്ഷത്രങ്ങളും ഗാലക്സികളും ഗ്രഹങ്ങളും ഒക്കെയായി അത് മാറി. പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ച ഈ സിദ്ധാന്തത്തെ ബിഗ് ബാങ് തിയറി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പേരിൽ തന്നെ ബിഗ് ആണ്. അത് ഒരു വലിയ സ്ഫോടനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് വലിയതായിരുന്നില്ല, ചെറിയ ഒന്നിൽ നിന്നാണ് അത് വികസിച്ചത്. ബാങ് എന്ന് പറഞ്ഞ ഒരു ശബ്ദം ആണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെ ഒരു വലിയൊരു ബാങ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ചെറിയൊരു ഇടം വികസിച്ച് പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് തോന്നും ഈ ഒരു പടക്കം പൊട്ടുന്നത് പോലെയാണോ ഈ വൻ സ്ഫോടനം എന്ന്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. പടക്കം പൊട്ടുമ്പോൾ അതിന്റെ ചുറ്റും ഒരു സ്പേസ് ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സിംഗുലാരിറ്റി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് സ്ഫോടനം നടക്കുമ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രപഞ്ചം തന്നെ അങ്ങനെ വികസിച്ചു വരികയായിരുന്നു ചെയ്തത്. പ്രപഞ്ചോൽപത്തിയെ പറ്റിയുള്ള ഇന്ന് ഏറ്റവും അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ ബിഗ് ബാങ് തിയറിയാണ്. 1372 കോടി വർഷം മുമ്പ് ഈ കാണുന്ന മുഴുവൻ ഗാലക്സികളും ഊർജവും മറ്റു ദ്രവ്യങ്ങളും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ദ്രവ്യവും, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ആയിട്ടുള്ള മാറ്റർ കൊണ്ടാണ് ഈ പറയുന്നത്, എല്ലാം വളരെ ചെറിയ ഒരു വോളിയത്തിൽ, ഒരിടത്തിൽ അടങ്ങിയ അവസ്ഥയിൽ അതിസാന്ദ്രമായ, വളരെ ഡെൻസിറ്റി കൂടിയ, അത്യുന്നതമായ ചൂടുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഈ സൂക്ഷ്മമായ കണങ്ങൾ പെരുമാറുന്നത് എന്ന് പഠിച്ചാലേ നമുക്ക് ഈ ബൃഹത്തായ നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിന് നമുക്ക് ആസ്ട്രോണമി മാത്രം പോരാ, അതിന് ഫിസിക്സ് കൂടി
പഠിക്കണം. ഫിസിക്സ് ഓഫ് സ്മോൾ തിങ്സ് അറിഞ്ഞിരിക്കണം. ജനീവയിലെ ഇപ്പോൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന ആക്സിലറേറ്ററിൽ അത്യുന്നതമായ ഊഷ്മാവിൽ സൂക്ഷ്മകണങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കാനുള്ള പരീക്ഷണങ്ങൾ ഇന്ന് നടന്നു വരുന്നതായിട്ട് നമുക്കറിയാം. ഇതുമായി നമ്മളിത് ചേർത്ത് വായിക്കേണ്ടതാണ്. ആദിയിൽ ഒന്നുമില്ല, ചുറ്റും ഇരുട്ടാണ്, സ്ഥലമോ കാലമോ ഒന്നുമില്ല. അനന്തസാന്ദ്രതയിൽ അത്യുന്നതമായ ചൂടിൽ വളരെ വളരെ ചെറിയ ഒരിടത്ത് അവിടെ പെട്ടെന്ന് ബിഗ് ബാങ് നടക്കുന്നു, മഹാസ്ഫോടനം നടക്കുന്നു, പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ അവിടെ ദ്രവ്യത്തിന്റെ സൂക്ഷ്മകണമായ ഇന്ന് നമ്മൾ കരുതുന്ന ആറ്റങ്ങൾ പോലും അന്ന് ഇല്ല. അവിടെ ഇന്ന് നാം കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും ഉൾക്കൊണ്ടിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. ഊഹിക്കാനാവാത്ത വേഗതയിൽ അത് വികസിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ചൂട് കുറയുകയും ക്വാർക്കുകളും ഗ്ലൂവോണുകളും മറ്റു അടിസ്ഥാന മൗലിക കണങ്ങളും മാത്രം എങ്ങും നിറയുകയും ചെയ്തു. ക്വാർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോട്ടോണോ ന്യൂട്രോണോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ക്വാർക്കുകൾ പോലുള്ള സൂക്ഷ്മ കണങ്ങളിൽ നിന്നാണെന്ന് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്വാർക്കുകൾ കൂടിച്ചേർന്ന് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകുന്നു. ഒരു 3,80,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആറ്റങ്ങൾ, അതായത് ഹൈഡ്രജൻ ആറ്റങ്ങൾ, അത് കൂടി ചേർന്ന് ഹീലിയം ആറ്റങ്ങൾ, മറ്റ് ആറ്റങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ഇവയൊക്കെ കൂടി ചേർന്ന് നിന്ന് വാതക ധൂളി മേഘങ്ങൾ ഉണ്ടാകുന്നു. ഇവ സങ്കോചിക്കുമ്പോൾ വലിയ ചൂടുണ്ടാകുന്നു. അപ്പോൾ ആ ചൂടുണ്ടായപ്പോഴാണ് നക്ഷത്രങ്ങളും അവയുടെ കൂട്ടങ്ങളായ ഗാലക്സികളും ഒക്കെ ഉണ്ടായത്. 200 ദശലക്ഷം വർഷങ്ങളാവുമ്പോഴത്തേക്ക് സ്പേസ് നക്ഷത്രങ്ങളെ കൊണ്ടങ്ങനെ നിറയുകയാണ്. മഹാസ്ഫോടനത്തിന് മുമ്പ് എന്തായിരുന്നു എന്ന് മാത്രം ചോദിക്കരുത്. കാരണം അത് ആർക്കും പറയാൻ കഴിയില്ലെന്നാണ് ചിലർ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിനു മുമ്പ് കാലം എന്ന് പറയുന്ന സംഭവം ഇല്ല. വൻ സ്ഫോടനം എന്ന ബിഗ് ബാങ്ങോടെയാണ് സ്ഥലകാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്കിന്ന് എല്ലാവർക്കും അറിയാം. ഫിസിക്സിന്റെ നിയമങ്ങൾക്കനുസരിച്ചുള്ള സ്വാഭാവിക പരിണാമമാണ് ഈ സൃഷ്ടിയിൽ നടന്നതെന്ന് പ്രഗത്ഭ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് പോലുള്ള പ്രഗത്ഭ ശാസ്ത്രജ്ഞർ. ഇത് വളരെ ശാസ്ത്രീയമായ സയന്റിഫിക്കായ ഊഹമാണ്. ആധുനികമായ വളരെ സൂക്ഷ്മമായ ടെലസ്കോപ്പുകളുടെയും മറ്റു ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടെയാണ് നമ്മൾ ഈ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ആ നിരീക്ഷണങ്ങളിൽ നിന്ന് കിട്ടിയ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഗസ്സാണ്, ഒരു ഊഹമാണിത്. വർത്തമാനകാലത്തേക്ക് വന്നാൽ ഈ പ്രപഞ്ചം എന്നും ഇതുപോലെ വികസിച്ചുകൊണ്ടിരിക്കുമോ? മിക്കവരും വിചാരിച്ചത് അന്യോന്യമുള്ള ഈ ഗുരുത്വാകർഷണം കൊണ്ട് പ്രപഞ്ചത്തിന്റെ ഒരു വികാസ നിരക്ക് ക്രമേണ കുറഞ്ഞു വരുമെന്നായിരുന്നു. ഒരു കല്ലെടുത്ത് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ കല്ലിന്റെ വേഗത കുറഞ്ഞ് താഴേക്ക് തന്നെ വീഴുന്നത് പോലെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ വികാസം എന്ന് ചിലർ കരുതിയത്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഈ ഗുരുത്വാകർഷണം കൊണ്ട് വികാസ നിരക്ക് സ്വയം കുറയേണ്ടതാണ്. പക്ഷേ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി 1998 ശാസ്ത്രജ്ഞരുടെ 2 സംഘങ്ങൾ പ്രപഞ്ചത്തിന്റെ വികാസ നിരക്ക് കുറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയായിരുന്നു ശ്രമിച്ചത്. പക്ഷേ അതിന് പകരം അവർ കണ്ടെത്തിയത് മറ്റൊന്നാണ്. രസകരമായ കാര്യം, പ്രപഞ്ചത്തിന്റെ വികാസ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ കണ്ടെത്തിയത്. 2011 ഈ കണ്ടുപിടുത്തത്തിന് ഈ 3 പേർക്ക് നോബൽ സമ്മാനം കിട്ടുകയുണ്ടായി. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അതിന്റെ വികാസ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ആക്സിലറേറ്റിംഗ് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഗാലക്സികൾ പുറത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗാലക്സികളെ അന്യോന്യം വികർഷിപ്പിക്കുന്ന, തള്ളിവിടുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സ് എന്താണ്? അതിന് കാരണമായ എന്തോ ഒന്ന് ഈ സ്പേസിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ അനുമാനിക്കുന്നത്. ഈ എന്തോ ഒന്ന് എന്താണെന്ന് വെച്ചാൽ അതാണ് ഡാർക്ക് എനർജി അഥവാ ശ്യാമോർജം എന്നൊക്കെ നമുക്ക് പറയാം, ഇരുണ്ട ഊർജം. ഡാർക്ക് എനർജി എന്നത് ഗാലക്സികൾ തമ്മിൽ വികർഷിക്കാൻ കാരണമായ, പ്രപഞ്ച വികാസത്തിന് കാരണമായ ഒരു ബലമാണ്. പ്രപഞ്ചം വികസിക്കുന്നു എന്ന് മാത്രമല്ല, ആ വികാസം ആക്സിലറേറ്റഡ് ആണ്, അതായത് വികാസത്തിന്റെ വേഗത കൂടി വരുന്നു. നിഗൂഢമായ ഈ ഡാർക്ക് എനർജി എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രബലമായ ബലമാണെന്ന് നമുക്ക് പറയാം. പ്രപഞ്ചത്തിന്റെ ആകെ ദ്രവ്യം നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടേതും ഒന്നുമല്ല, അവക്കിടയിലുള്ള അദൃശ്യമായ ദ്രവ്യത്തിന്റെ ഒരു സംഭാവനയും കൂടിയാണ് വലിയൊരളവിൽ. നമ്മുടെ ഈ വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും ഗ്രഹങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വിസിബിൾ യൂണിവേഴ്സ് 4% മാത്രമാണ് അവയുടെ മാസ്, അവയുടെ പിണ്ഡം. നക്ഷത്രങ്ങളും ഇതൊന്നും അല്ലാത്ത അദൃശ്യമായ ഒരു പ്രപഞ്ചം കൂടിയുണ്ട്. നക്ഷത്രങ്ങൾക്കിടയിലുള്ള അദൃശ്യമായ ദ്രവ്യം,
നമ്മുടെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, അതിന് നമ്മൾ പറയുന്ന പേര് ഡാർക്ക് മാറ്റർ എന്നാണ്. ഈ ഡാർക്ക് മാറ്റർ 23% ഈ പ്രപഞ്ചത്തിലുണ്ട്. 4% നമ്മുടെ വിസിബിൾ മാറ്റർ എങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള മാറ്റർ 23%. ബാക്കി 73% നമ്മൾ നേരത്തെ പറഞ്ഞ ഡാർക്ക് എനർജിയാണ്. പ്രപഞ്ചത്തിന്റെ ഭാവി പോലും നിർണയിക്കുന്ന പല നിഗൂഢ രഹസ്യങ്ങളുടെയും വിസ്മയലോകം തുറക്കാനുള്ള ഒരു താക്കോലാണ്. അതാണ് നമുക്ക് ഡാർക്ക് എനർജി. പ്രപഞ്ചത്തിൽ വിസ്മയകരമായ പല അത്ഭുതങ്ങളുമുണ്ട്. ദുരൂഹവും വിചിത്രവുമായ പലവിധ യാഥാർത്ഥ്യങ്ങൾ. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത്. എന്താണ് ബ്ലാക്ക് ഹോൾ? ഒരു വാചകത്തിൽ നമുക്ക് ഈ ബ്ലാക്ക് ഹോളിനെ ഒന്ന് പറയാം. സ്പേസിലുള്ള അതിഭീമമായ ഗുരുത്വാകർഷണം ഉള്ള ഒരു ഇടമാണ് തമോഗർത്തം. ഈ തമോഗർത്തത്തിന്റെ അടുത്ത് മറ്റു ഗോളങ്ങൾ, ആകാശവസ്തുക്കൾ വന്നാൽ ഉടനെ തന്നെ അതിനെ ആകർഷിച്ച് അതിലേക്ക് ചേർത്ത് അതിനെ വിഴുങ്ങിക്കളയുന്ന പ്രപഞ്ചത്തിലെ ഒരു വാക്വം ക്ലീനർ എന്ന് പറയാവുന്ന ഒരു സാധനമാണ് ഈ തമോഗർത്തം. അതിഭീമമായ ഗ്രാവിറ്റിയുള്ള, ഗുരുത്വാകർഷണമുള്ള ഒരു ഇടം. നമ്മളൊരു കല്ലെടുത്ത് തലക്കമേലേക്ക് എറിഞ്ഞാൽ അത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ട് വേഗത കുറഞ്ഞ് താഴെ വീഴും. എന്നാൽ ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വേഗതയിൽ ഒരു കല്ലെടുത്ത് മേലേക്ക് എറിഞ്ഞാൽ അത് ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് മുക്തമായി പുറത്തേക്ക് രക്ഷപ്പെടും. ഇതിനെ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് പറയുന്നത്, പലായന വേഗത. സൂര്യന്റെ ആകർഷണത്തിൽ നിന്ന് പുറത്തിയാടാൻ അതിന് 617 കിലോമീറ്റർ വേഗത വേണ്ടി വരും. ഒരു സെക്കൻഡിൽ 617 കിലോമീറ്റർ വേഗതയിൽ ആ കല്ല് പുറത്തേക്ക് എറിയേണ്ടി വരും. അപ്പോൾ സൂര്യനിൽ നിന്നും അത് രക്ഷപ്പെടും. ഒരു നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ പിണ്ഡം മാസ് കൂടുന്തോറും ഈ എസ്കേപ്പ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിഭീമമായ പിണ്ഡമുള്ള, ഗുരുത്വമുള്ള ഒരു വലിയ നക്ഷത്രം സങ്കല്പിക്കും. പ്രകാശവേഗതയ്ക്ക് തുല്യമായ എസ്കേപ്പ് വെലോസിറ്റിയുള്ള ഒരു നക്ഷത്രം. അതിന്റെ ആകർഷണത്തിൽ നിന്ന് പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മിച്ചൽ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. അത് 1700കളിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇതിനെ അദ്ദേഹം വിളിച്ച പേര് അന്ന് ഡാർക്ക് സ്റ്റാർ എന്നാണ്. കാരണം അതിനെ കാണാൻ പറ്റില്ല, കാരണം അതിൻ്റെ അകത്ത് നിന്ന് പ്രകാശം പോലും പുറത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ഡാർക്ക് സ്റ്റാർ എന്നാണ് വിളിച്ചത്. ഇപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ബ്ലാക്ക് ഹോളുകൾ എന്നാണ്. ജോൺ വീലറാണ് ശരിക്ക് പഠിച്ച് പേരിട്ടത്. അതിഭീമമായ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ സ്വന്തം ഗുരുത്വാകർഷണത്താൽ ഞെരിഞ്ഞമർന്ന് ഒരു ചെറിയ വലിപ്പത്തിലെത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഭൂമി ഒരു ബ്ലാക്ക് ഹോൾ ആകുന്നുണ്ടെന്ന് വിചാരിക്കൂ. അതൊരു ചെറുനാരങ്ങയുടെ അത്രയും വലിപ്പത്തിലൊക്കെ വരുമ്പോൾ അതിന് അതിഭീമമായ ഗ്രാവിറ്റിയിലേക്ക് എത്തും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഭൂമി ഒരിക്കലും ഒരു ബ്ലാക്ക് ഹോൾ ആവാൻ സാധ്യതയില്ല. കാരണം അതിന്റെ പാറ പോലെ ഉറച്ച പ്രതലം ഈ ഗ്രാവിറ്റേഷനെ എതിർക്കുന്നത് കൊണ്ട് അതിനെ ഞെരുങ്ങി ഉള്ളിലേക്ക് ഞെരുങ്ങാൻ പറ്റില്ല. 1983 ഇന്ത്യക്കാരനായ പ്രൊഫസർ എസ് ചന്ദ്രശേഖർ എന്ന ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ, ഒരു നക്ഷത്രം എങ്ങനെയാണ് മറ്റു പല അവസ്ഥകളിലേക്കും പോകുന്നത് എങ്ങനെയാണ്. സൂര്യന്റെ പിണ്ഡത്തിന്റെ 1.6 ഇരട്ടിയിലധികം മാസുള്ള നക്ഷത്രം വൈറ്റ് ഡ്വാർഫ്, വെള്ളക്കുള്ളൻ എന്ന നക്ഷത്രമായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ ചന്ദ്രശേഖർ ലിമിറ്റ് എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. സൂര്യനേക്കാളും ഒരു 3 ഇരട്ടിയിലധികമൊക്കെ മാസുള്ള വലിയ നക്ഷത്രങ്ങൾ സ്വന്തം ഗുരുത്വാകർഷണം കൊണ്ട് ഉള്ളിലേക്ക് സങ്കോചിച്ച് അതിഭീമമായ ഗ്രാവിറ്റിയുള്ള ബ്ലാക്ക് ഹോൾ ആയി മാറും എന്നും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിന് അതിന് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി 1983. ഇപ്പോൾ ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് തന്നെ എല്ലാ ഗാലക്സികളുടെയും മധ്യത്തിലായി ഒരു തമോഗർത്തമുണ്ട്. ആ തമോഗർത്തത്തെ നക്ഷത്രങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ന് നമ്മൾ കരുതുന്നത്. പ്രപഞ്ചജാലക വാതിൽ തുറക്കുമ്പോൾ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും പ്രപഞ്ചത്തിലെ വിസ്മയകരമായ അത്ഭുതങ്ങളെക്കുറിച്ചും ശാസ്ത്ര അധ്യാപകനും ശാസ്ത്രലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ചൊവ്വാഴ്ച സയൻസ് കഫേയിൽ. മിന്നാമിന്നി മിന്നുന്നതെന്തേ? ഇതാ മിന്നാമിനുങ്ങുകളെ കുറിച്ച് രസകരമായ ചില കാര്യങ്ങൾ പറയുകയാണ് BSNL നിന്നും റിട്ടയർ ചെയ്ത കോഴിക്കോട് സ്വദേശിയായ ഇ രാജൻ. രാത്രി സമയത്ത് മിന്നാമിനുങ്ങിനെ കണ്ടു എന്ന് പറയുന്ന പലരും അതിന്റെ ഇത്തിരി വെട്ടമേ കണ്ടു കാണും. ആ ജീവിയെ കാണാൻ വെളിച്ചം വേറെ വേണം. വണ്ട് വർഗത്തിൽപ്പെട്ട ഒരു ഷഡ്പദമാണ് മിന്നാമിനുങ്ങ്.
ഏതാണ്ട് 1900 ഇനങ്ങളിൽപ്പെട്ട മിന്നാമിനുങ്ങുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇവയിൽ ആണും പെണ്ണും വേറെ വേറെ ഉണ്ട്. പൊതുവേ ആൺവർഗത്തിന് പറക്കാൻ ചിറകുള്ളൂ. പെൺവർഗം പുഴുക്കളെ പോലെയാണ്. രാത്രി സമയത്ത് പുല്ലിലും കല്ലുകൾക്കിടയിലും മറ്റും ഇവ തിളങ്ങുന്നത് കാണാം. മിന്നാമിനുങ്ങുകളുടെ ശരാശരി ആയുസ് 2 മാസമാണ്. മിന്നാമിനുങ്ങ് മനുഷ്യന് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത പ്രാണിയാണ്. ഇത് നമ്മെ കടിക്കുകയുമില്ല, ഒരു രോഗത്തെ വഹിക്കുകയും ഇല്ല എന്നാണ് പറയുന്നത്. മിന്നാമിന്നികൾ എന്തിനാണ് മിന്നുന്നത്? ഇര തേടാനുമല്ല, വഴി കണ്ടുപിടിക്കാനുമല്ല ഈ മിന്നിച്ച. എന്നാൽ സ്വന്തം ഇണയെ ആകർഷിക്കാനുള്ള സൂത്രമാണിത്. പക്ഷികളെയും മറ്റും ഭയപ്പെടുത്തി അവയുടെ ആക്രമണം തടയുക, ഇരകളെ ആകർഷിക്കുക മുതലായ കാര്യങ്ങൾക്കും ഈ കഴിവ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് കരുതപ്പെടുന്നു. ആൺമിന്നാമിനുങ്ങിന്റെയും പെൺമിന്നാമിനുങ്ങിന്റെയും മിന്നൽ ഒരുപോലെയല്ല. അതുപോലെ വിവിധ ഇനം മിന്നാമിന്നുകൾ മിന്നുന്നതും വ്യത്യസ്ത തരത്തിലും ഇടവേളകളിലും ആണ്. മിന്നാമിനുങ്ങിന്റെ ഉദരഭാഗത്തായി ശ്വസന നളികകൾ കൊണ്ടുള്ള കോശ സമൂഹമുണ്ട്. ഇതിൽ ലൂസിഫെറിൻ എന്ന ഒരു രാസപദാർത്ഥം ഉണ്ട്. സുതാര്യമായ തൊലിക്കടിയിൽ വെളുപ്പോ മഞ്ഞയോ നിറത്തിൽ നമുക്കിത് കാണാം. അതുപോലെ മറ്റൊരു രാസപദാർത്ഥവും ഇതിനടുത്തായി കാണുന്നു. ഇതിന് ലൂസിഫറേസ് എന്ന് പറയുന്നു. ഇതൊരു എൻസൈം ആണ്. ലൂസിഫറിൻ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ലൂസിഫറേസ് എന്ന എൻസൈമുമായി പ്രവർത്തിച്ച് ഓക്സി ലൂസിഫറിൻ എന്നൊരു രാസവസ്തുവായി മാറുന്നു. ഇതാണ് പ്രകാശത്തിന് കാരണം. ഇതെല്ലാം നടക്കുന്നത് നാഡീവ്യൂഹത്തിന്റെയും ഊർജത്തിന്റെയും പ്രവർത്തന ഫലമായാണ്. വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ മിന്നൽ നാം കാണുന്നത്. ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ മിന്നലാട്ടവും കുറയും. ഈ രാസപ്രവർത്തനം വഴി ഉയർന്ന ഊർജമാണ് പുറത്തുവിടുന്നത്. ഈ ഊർജത്തിന്റെ 100% പ്രകാശരൂപത്തിൽ പുറത്തേക്ക് വിടുന്നു. ഉദരപേശികൾ ഇടയ്ക്കിടെ സങ്കോചിപ്പിച്ചാണ് ഈ വെളിച്ചം ഉണ്ടാകുന്നത്. ഇതിന് ഒട്ടും ചൂടില്ല. അതുകൊണ്ട് മിന്നാമിന്നിയുടെ വെളിച്ചത്തെ തണുത്ത വെളിച്ചം എന്നും പറയും. ഇതൊരു ജൈവ പ്രതിഭാസം കൂടിയാണ് കേട്ടോ. ഇതിന് ബയോലുമിനസൻസ് എന്നാണ് പറയുന്നത്. ചിലയിനം കടൽ ജീവികൾ, ഫംഗസുകൾ, ബാക്ടീരിയങ്ങൾ, പ്രോട്ടോസോവകൾ തുടങ്ങിയവയ്ക്ക് ഇതുപോലുള്ള മിന്നലാട്ടങ്ങളുണ്ട്. മിന്നാമിനുങ്ങിന്റെ പ്രകാശം ചൊരിയുന്ന ജൈവദീപ്തി നമ്മളിൽ പരീക്ഷിച്ചാലോ? ഇത് സാധ്യമായാൽ എന്താല്ലേ നമുക്കും മിന്നി മിന്നി നടന്നുകൂടെ? മിന്നാമിന്നിയുടെ ശാസ്ത്രനാമം ലാംപൈറിസ് നോക്ടിലുക്ക എന്നാണ്. ലാംബിറിഡേ കുടുംബത്തിലെ അംഗമാണ് മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങുകളെ കുറിച്ച് കൗതുകകരമായ ഈ കാര്യങ്ങൾ നമുക്കായി പങ്കുവച്ചത് BSNL നിന്നും റിട്ടയർ ചെയ്ത കോഴിക്കോട് സ്വദേശിയായ ഇ രാജൻ. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം H. വിനോദ് ബാബു. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.